എന്ത് സുഹൃത്തുക്കളാടാ. ഗംഗയുടെ സ്വഭാവം അറിയാലോ. എന്തൊക്കെ പറഞ്ഞാലും അവൻ കൂടെ നിൽക്കുന്നവരെ ചതിക്കില്ല, അവരെ ഒറ്റിക്കൊടുക്കില്ല. അവന്റെ ആ സ്വഭാവം തന്നെയാ എന്നെ സ്വാധീനിച്ചത്. പക്ഷേ അവൻ കാടിനകത്ത് കടന്നിട്ട് അമലു എന്ന പെണ്ണോട് നെറുകേട് കാണിച്ചു. അവനവിടെ നിന്ന് പോരുമ്പോ അവളുടെ വയറ്റിലുണ്ടായിരുന്ന ഗംഗ പറഞ്ഞത്. നിന്നോട് അങ്ങനെ പറഞ്ഞോടാ? ഗംഗ അങ്ങനെ പറഞ്ഞോ? ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞായിരുന്നു. ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല. നെറിയറിന്റെ തമ്പുരനല്ല അവൻ. അവൻ ശത്രുക്കൾക്ക് മാത്രം നേരെ നെറിയില്ലാത്തവൻ. അല്ലാത്തവരെ അവനൊരു നോട്ടം കൊണ്ട് പോലും നോവിക്കില്ല. നിനക്കവൻ അന്ധമായിട്ടുള്ള വിശ്വാസം, അതുകൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല. അവനെ കുറിച്ച് ദുഷിക്കുന്ന രീതിയിൽ ആരും ഒന്നും പറയണ്ട. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ജീവിതം മുഴുവൻ അവന് വേണ്ടി മാറ്റിവെച്ചതാ. എന്റെ കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് വന്നതാ. ഞാൻ എല്ലാം അവരെ സമർപ്പിച്ചതുവാ. ഞങ്ങളുടെ ജീവിതം അങ്ങനായിരുന്നു. ഒരു പെൺകുട്ടിയിൽ നിന്ന് നേടാവുന്നതൊക്കെ നേടിക്കഴിഞ്ഞാൽ ആണുങ്ങൾ അവളെ ഉപേക്ഷിച്ചു പോകും. അങ്ങനെ എന്നെ കൈവിട്ടവനല്ല ഗംഗ. അതുകൊണ്ട് അവൻ ഈ ലോകത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ലോകത്ത് ജീവിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെ പോകുമ്പോ അവനെ വേദനിപ്പിച്ചവരാരായാലും പരമാവധി ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകും. അതൊരു വിട്ടുവീഴ്ചയില്ല. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോവാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചോളാം. ശരി. അമലു എന്ന പെണ്ണിനെ വഞ്ചിച്ചെന്ന് അവൻ തന്നെ പറഞ്ഞാണല്ലോ. അവള് പറയുന്നതിലും കാര്യമുണ്ടാ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാ. അങ്ങനെ നിന്നാലേ അവളെ ചൂഷണം ചെയ്യാൻ പറ്റുമെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ അബദ്ധം പറ്റിയത്. അമലുവിന്റെ ഫോട്ടോ നമ്മൾ കണ്ടല്ലോ. അവൾ നല്ല സുന്ദരിയാ. അവളാണ് അവന്റെ കാര്യങ്ങളൊക്കെ കാട്ടിൽ വെച്ച് നോക്കിയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവന്റെ മനസ്സിടറിപ്പോയെങ്കിൽ അവൻ തെറ്റു പറയാൻ പറ്റുമോ? ഇനിയിപ്പോ പഴയതുപോലെ അടവുന്നായൊന്നും പറ്റത്തില്ല. പുതിയ ആള് പുലിയ. ഇരുന്ന സ്റ്റേഷനിലെല്ലാം പേരുദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കൈക്കൂലി എന്ന് പറയുന്നത് ആൾക്ക് ചതുർത്ഥിയ. അതാണ് അങ്ങേരുടെ കുഴപ്പം. അതുകൊണ്ടെന്താ എവിടെ ഇരിപ്പുറച്ചിട്ടില്ല. എല്ലായിടത്തുനിന്നും ചാടിക്കൊണ്ടിരിക്കുക. എന്താണ് ഒപ്പിടാൻ വന്നാണോ? അതെ സർ. അതോടൊപ്പം CS ഒന്ന് കാണണം. അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കാനുണ്ടായിരുന്നു. നിനക്ക് പരാതിയോ? എന്നാണ് പുറത്തിറങ്ങിയത്? ഇന്ന് ഇറങ്ങിയതേ ഉള്ളൂ സാറേ. എന്നാ ഒപ്പിട്. ഇറങ്ങിയിട്ടാ പിടികിട്ടാ പിള്ളയെ കണ്ടായിരുന്നു? കണ്ടില്ല സാറേ. അവനെ കുറിച്ച് ഒരു വിവരമില്ല. അത് നിനക്ക് വലിയ സങ്കടമായി പോയോ? അല്ല, എന്താ നിന്റെ പരാതി? അതെന്താ എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണ്. ജയിലിനകത്ത് വെച്ച് നിന്നെ ആരെങ്കിലും എടുത്തിട്ട് മെതിച്ചോടി. അങ്ങനെയാണെങ്കിൽ ജയിൽ സൂപ്രണ്ടിനോടാ പരാതി പറയണ്ടേ? അതിനൊന്നും അല്ല സാർ. അല്ല സാറേ, വനിതാ ജയിലിൽ വെച്ച് ഇവൾ ആരും മരിക്കാനാ. ഇവള് മറ്റുള്ളവരെ ചിലപ്പോ മെതിച്ചാണ്. ഇവള് ഗംഗാപ്രസാദിന്റെ വലങ്കയില്ലേ കാമുകയും. അവനെ സ്നേഹിക്കാനും അവന് വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യാനും പെൺകുട്ടികളുണ്ട്. അത് ശരിയാ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഗുണ്ടകൾക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊക്കെ ആണല്ലോ പെൺകുട്ടികളുടെ ഇടയിൽ മാർക്കറ്റ്. അതിന്റെ കൂടെ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യരുത്. ഇല്ലയോടെ? നീ വന്ന് പറയുമ്പോ ഉടനെ തന്നെ CSRന്റെ അടുത്തോട്ട് വിടാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ അനുവാദം ചോദിക്കും. ക്രിമിനൽസ് ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിന്നെ കാണണ്ടെന്നൊന്നും പറയില്ല. അങ്ങനെ പറഞ്ഞാലും എനിക്ക് കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ സാറേ. അത് ശരി. അദ്ദേഹത്തെ കാണണ്ടെന്ന് പറഞ്ഞാ കണ്ടിട്ടേ നീ പോകത്തുള്ളോ? സാറേ, ഞാൻ വഴിക്കിലൊന്നും വന്നതല്ല. ജയിലിൽ കിടക്കുന്ന എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടേണ്ടതല്ലേ? നേരിടണം. നീ നിൽക്ക്. ഓക്കെ, ഞാൻ കോൾ ചെയ്തോളാം. എന്താ? അത് പിന്നെ സാറേ, ഒരു ക്രിമിനൽ വന്നിട്ടുണ്ട്. ക്രിമിനലിനെ ഞാൻ വന്ന് മുഖം കാണിക്കണോ? അല്ല, അവൾക്ക് സാറിന്റെ മുഖം കാണിക്കണമെന്നാ പറയുന്നത്. പെണ്ണാണ്? അതെ സാറേ. ആ ഗംഗാപ്രസാദ് ഉണ്ടല്ലോ, അവന്റെ കൂട്ടുകക്ഷിയാ, അവന്റെ കാമുകി സ്റ്റെഫി അല്ലേ? അതെ സാറേ. ഗംഗാപ്രസാദ് പ്രശസ്തനായതുകൊണ്ട് അവക്കും അത് പകർന്നു കിട്ടിയിട്ടുണ്ടല്ലോ. ജയിലിൽ എപ്പോ ഇറങ്ങി? ഇന്ന് ഇറങ്ങിയെന്നാ സാറേ പറഞ്ഞത്. എന്താ വന്നെന്ന് ചോദിച്ചില്ലേ? അതിനവള് നിഷേധിയല്ലേ സാറേ. അവള് പറയൂ. സാറിനോട് പറയാനുള്ളത് സാറിനോട് പറഞ്ഞോളന്നാ അവള് പറയുന്നത്. പിന്നെ എല്ലാ ദിവസവും വന്ന് ഉപ്പിടണമല്ലോ സാറേ, അതിനും കൂടെ വന്നത്. പരാതി ആരുടേതായാലും അത് നമ്മൾ പോലീസിനെ കേട്ടേ പറ്റും. അവിടെ ജയിൽ പുള്ളിയാണ്, ക്രിമിനലാണെന്ന് കരുതി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അവളുടെ ഭാഗം കേൾക്കാതിരിക്കുന്നത് ശരിയല്ല. അവള് പറയുന്നതിൽ ന്യായമുണ്ടെങ്കിൽ അതിൽ ആക്ഷൻ എടുത്തേ പറ്റും. ഗംഗാപ്രസാദിന്റെ കഥകൾ കേട്ട് പേടിച്ചിരിക്കുന്ന സാറേ മലയാളികൾ പലരും. അവനെ സ്നേഹിക്കുന്ന ഒരുത്തിയ സാറേ വന്നിരിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ 2 കൊലപാതകമാണ് ഈ ഗംഗാപ്രസാദ് ചെയ്തിരിക്കുന്നത്. കാടിനുള്ളിൽ അഭയം കൊടുത്ത കാട്ടുമൂപ്പനെയും കൊന്നു. പിന്നതേ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പയ്യന്റെ അച്ഛനെയും കൊന്നു. അതിനു മുമ്പാണ് ദീപ എന്ന് പറയുന്ന സ്ത്രീയെ കൊന്നത്. എല്ലാം എനിക്കറിയാലോ. എല്ലാ പോലീസുകാർക്കും അറിയാം. ഏതായാലും നാനാളെ വിളിക്കും. സാർ ഇരിക്കും. അദ്ദേഹം കാണാൻ അനുവാദം തന്നിട്ടുണ്ട്. പിന്നെ നീ കരുതുന്ന പോലെ ഒരാളല്ല അകത്തിരിക്കുന്നത്. 100% കാക്കയോട് നീതി പുലർത്തുന്ന ഒരാളാ. അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്ന എന്തെങ്കിലും അവിടെ പോയി നിന്ന് പറഞ്ഞാൽ നീ പെണ്ണാണ്, ചെറുപ്പക്കാരി ഒന്നൊന്നും അങ്ങേരെ നോക്കത്തില്ല. ഞാൻ അദ്ദേഹത്തെ ചൊടിപ്പിക്കാനൊന്നും വന്നതല്ല സർ. ഒരു പരാതിയായിട്ട് വന്നതാ. നിന്നെക്കുറിച്ച് ലോകത്ത് എല്ലാവർക്കും പരാതിയുണ്ട്. അങ്ങനെയുള്ള നിനക്കിനി ആരെക്കുറിച്ചാടി പരാതി? എത്ര ദിവസം ഉണ്ട് പരോള്? 2 ആഴ്ചയുണ്ട് സാറേ. അതിനുള്ളിൽ എത്ര ദിവസം തികയ്ക്കും നീ? വാ സാർ, ഇതാണ് ആള്. അറിയാം, ഇവള് ഫേമസ് അല്ലേ? പത്രത്തിലിടയ്ക്കിടയ്ക്ക് ഫോട്ടോയും വാർത്തയൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്താടി? അത് പിന്നെ സാറേ. എന്നാ പിന്നെ താനൊന്ന് പുറത്തേക്ക്. ഇവക്ക് പറയാനുള്ള ഞാനൊന്ന് കേക്കട്ടെ. സാർ, എന്താ നിന്റെ പരാതി? അത് പിന്നെ സാറേ, എത്ര വലിയ ക്രിമിനൽ ആയാലും ഗംഗയെ ഞാൻ സ്നേഹിച്ചതാ സാറേ. അതിന് പോലീസുകാർ പിഴ അടയ്ക്കണം. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറ. വേറൊന്നുമല്ല സാറേ, ഗംഗയെ കുറിച്ചിപ്പോ ഒരു വിവരമില്ല. അതുകൊണ്ടല്ലേ അവൻ പിടികിട്ട പുള്ളിയായത്. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോന്നറിയാൻ പരോളിലിറങ്ങിയ നിന്നെ കാത്തിരിക്കായിരുന്നു ഞാൻ. ഇനി അവൻ തന്നെയാണോ അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവനെന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോന്ന് എനിക്ക് സംശയമുണ്ട് സാറേ. അങ്ങനെ സംശയിക്കാൻ കാരണം? ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവന്റെ 1-2 സുഹൃത്തുക്കളെ വിളിച്ചായിരുന്നു. അവന്മാരെ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുക. നീ പോകുന്നതിന് മുമ്പേ അവന്മാരെ നമ്പർ തന്നിട്ട് പോണം. എന്നിട്ട് കാർത്തികേയന് അവന്റെ പെങ്ങളുടെ കല്യാണം നടക്കുന്ന ദിവസം അവൻ ഓഡിറ്റോറിയത്തിൽ പോയെന്നാ അവര് പറഞ്ഞത്. പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല. കൂടെ ഈ പറയുന്ന കിങ്കരന്മാരും പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഒരു ആംബുലൻസ് ഡ്രൈവറുടെ മൂക്കിടിച്ച് പരത്തിയിട്ടാണ്
അവന്മാരാ ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. അതേപ്പറ്റിയൊന്നും അറിയത്തില്ല സാറേ. അതായത് കല്യാണ മണ്ഡപത്തിലെത്തിയ ശേഷം ഗംഗാപ്രസാദിനെ കണ്ടിട്ടില്ല. അവനാണെങ്കിൽ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ പോയത്. അതൊട്ടും നടന്നിട്ടുമില്ല. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അതിന്റെ സംശയം? ഞാൻ റിട്ടേൺ പെറ്റീഷനുമായിട്ടാ വന്നിരിക്കുന്നത്. അതായത് നിന്റെ കാമുകനെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരണം. ഇനി അവനെ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, അവനെ കൊണ്ട് എന്താ പ്രയോജനം? എത്ര കൊലപാതകങ്ങൾ അവന്റെ പേരിലുണ്ടെന്ന് അറിയാമോ? ഇതിനോടകം തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് എത്ര കേസുണ്ടെന്ന് അറിയാമോ? ചെന്നൈയിലെ കേസൊക്കെ തേച്ചു മാച്ച് കളഞ്ഞിട്ടുണ്ട്. മൊഴി കൊടുക്കേണ്ട ഒരു ഭയം അതൊന്നും ചെയ്തിട്ടുമില്ല. എന്നാ ഇവിടത്തെ കാര്യം അതല്ല. അവനെ ഇവിടെയുള്ള പലർക്കും പേടി. പെൺകുട്ടികൾ ഉൾപ്പെടെ പലർ, ഈ പറയുന്ന അവന്റെ പെങ്ങൾക്കും ആ കുട്ടിയുടെ അമ്മയ്ക്കും ഒക്കെ ഈ ഗംഗാപ്രസാദന ഭയമില്ലായിരുന്നു എന്നാ കേട്ടത്. കല്യാണം നടക്കുന്ന ദിവസം ഗംഗയുടെ വരവ് പ്രതീക്ഷിച്ച പലരും അവിടെ നിന്നത്. അതുകൊണ്ട് അവരെല്ലാവരും കൂടി ഗംഗ എന്തെങ്കിലും ചെയ്തോന്ന് എനിക്ക് സംശയമുണ്ട്. അതെ, നീ പറയാനുള്ളത് പറഞ്ഞാൽ മതി. സംശയിക്കാനേ ഞങ്ങൾ പോലീസുകാരോട് കേട്ടോ. ഞാൻ എന്റെ ഒരു തോന്നൽ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ചോദിച്ചാൽ നീ മറുപടി പറഞ്ഞില്ലല്ലോ. അവനെ ജീവനോടെ കിട്ടിയെന്നിരിക്കട്ടെ, അവനെ കൊണ്ട് നിനക്ക് എന്താ പ്രയോജനം? ജീവിതത്തിൽ ഞാൻ അവനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ സാറേ. അങ്ങനെ സ്നേഹിച്ച പുരുഷന് ഒരാപത്തും വന്നില്ലെന്ന് അറിയുന്നത് സന്തോഷമല്ല സാറേ. ഇനി കൊച്ചേ, അവൻ ഇനി നിയമത്തിന്റെ മുന്നിലേക്ക് വന്ന് അവന് കോടതി വിധിക്കാൻ പോകുന്നത് തൂക്കുകയറ് എന്ന് വെച്ചാ നിയമം തൂക്കിലേറ്റാൻ പോകുന്ന ഒരു പ്രതിക്ക് പിന്നാലെയാ നീ സ്നേഹമാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. നീ അവനോടൊപ്പം കൂടിയിട്ടല്ലേ നിന്റെ ഭാവി കൂടി പോയത്. ഇപ്പോഴും പരവളല്ലേ, കുറച്ചു നാൾ കൂടി അകത്ത് കിടക്കണം അല്ലേ? എന്തായാലും പരാതിയുടെ സ്ഥിതിക്ക് ഞാൻ അന്വേഷിക്കാം. അല്ലെങ്കിലും അവൻ ജീവനോടുണ്ടെങ്കിൽ അവനെ പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അവന്റെ കഥകൾ കേട്ട് ജനങ്ങൾ മാത്രമല്ല പോലീസുകാർ ഞങ്ങൾ പോലും മരവിച്ചിരിക്കുക. പിന്നെ പരോളിൽ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് കാമുകന് വേണ്ടി ആരെങ്കിലും തീർക്കാൻ നിനക്ക് പ്ലാനുണ്ടോ? അയ്യോ ഇല്ല സർ. നീയൊക്കെ ഇല്ലാന്ന് പറയുമ്പോ ഉണ്ടെന്ന് വേണം കരുതാൻ. എന്തൊക്കെ നീ വളരെ പെട്ടെന്നാണല്ലോ സരയു കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇപ്പൊ നീ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. ഒരു വരുമാനം ഇല്ലാതിരുന്ന എനിക്ക് നല്ലൊരു ജോലി തന്നത് നീയാ. അപ്പോ നിന്നോട് നിന്റെ കമ്പനിയോട് ഞാൻ കൂറ് കാണിക്കണം. അപ്പൊ ആവശ്യം വന്നാ പഠിക്കുമല്ലേ? ഇനി നീ എന്റെ കമ്പനി വിട്ടു പോയാലും നിനക്ക് ജീവിക്കാം. കാരണം നീ ഇപ്പൊ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഏബിൾ ആണ്. എന്നെ സംശയം തോന്നുന്ന കാര്യങ്ങൾ നീ എന്നോടും ഹരിയേട്ടനോടും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നീ ഒരു മികച്ച സിവിൽ എഞ്ചിനീയർ ആയിട്ട് മാറും. ഈ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് മാത്രം വലിയ കാര്യമൊന്നുമില്ല. എക്സ്പീരിയൻസാ പ്രധാനം. എവിടെയെങ്കിലും ജോലി ചെയ്യാതെ അത് കിട്ടില്ല. അതുകൊണ്ടല്ലേ ഞാൻ കമ്പനിയുടെ MD ആയതിനു ശേഷം നിന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് കമ്പനിയിലേക്ക് എന്റെ കൂടെ വരാൻ. അതെ, നീ ഒരുപാട് തവണ പറഞ്ഞു. ആന്റി പറഞ്ഞു, എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു. അന്നൊക്കെ അടിച്ചു പൊളിച്ച് നടക്കാനായിരുന്നു എനിക്കിഷ്ടം. അന്ന് നിനക്കൊപ്പം ഞാൻ വന്നിരുന്നെങ്കിൽ നമുക്കിടയിലേക്ക് കല്യാണി കയറി വരില്ലായിരുന്നു. നീ എന്താ ഈ ആലോചിക്കുന്നത്? അതൊക്കെ വലിയ നഷ്ടമായി പോയെന്നാണോ? അതെ, വളരെ വലിയ നഷ്ടമായി പോയി. സാരില്ല, അതെല്ലാം ഇനിയും തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോ 17 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും നിന്റെ മുന്നിൽ സമയം ഒരുപാടുണ്ട്. പെൺകുട്ടികൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കല്യാണി എന്തുകൊണ്ടാണ് കുട്ടിക്കാലം മുതലേ ജോലി ചെയ്യാൻ തുടങ്ങിയത്? അവക്ക് അതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ക്യാൻറ്റീനിലേക്ക് വരുന്ന സമയത്ത് അവക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പണിയും അറിയായിരുന്നു. അതിനുശേഷം ചിത്രം വരയ്ക്കാനുള്ള അവളുടെ കഴിവ് ഞാൻ പ്രയോജനപ്പെടുത്തിയപ്പോ അവള് നല്ലൊരു ഇന്റീരിയർ ഡിസൈനറായിട്ട് മാറി. ഇന്നിപ്പോ അവളുടെ ഫ്രണ്ട് നായന മൂർത്തീസ് ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ ആണെങ്കിൽ RS കൺസ്ട്രക്ഷനിലെ എല്ലാമാണ് കല്യാണി. നീ ഇങ്ങനെ അവളെ പോഴ്ത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നുണ്ട് കിരണേ. അതുപോലെ നിനക്കും കഴിവും തലച്ചോറൊക്കെ ഉണ്ട്. അത് നീ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ എന്റെ വർക്കിൽ നീ സാറ്റിസ്ഫൈഡ് ആണല്ലോ. അതിനെന്താ സംശയം? ഞാൻ നിന്നെ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. നമ്മൾ ഇന്ന് വർക്ക് സൈറ്റിൽ പോയപ്പോ നീ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ കാണിക്കുന്ന ആ ആവേശവും താല്പര്യമൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ വളർച്ചയുടെ അടിസ്ഥാനവും. സരയു, നിനക്ക് ഇനി എന്തെങ്കിലും പർച്ചേസ് ഉണ്ടോ? അങ്ങനൊന്നുമില്ല. നമുക്കൊരു ചായ കുടിച്ചാലോ? അതിനെന്താ, കുടിക്കാലോ. എവിടെന്നാ? നിനക്ക് തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്നില്ലേ ഇഷ്ടം? എനിക്ക് അതിനോടാ താല്പര്യം. നല്ല ഏതെങ്കിലും കട കാണുമ്പോ നിർത്ത്. ശരി സരയു, ഈ തട്ടുകട നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ നമ്മളിവിടെ വന്ന് ഇഷ്ടംപോലെ ചായ കുടിച്ചിട്ടുള്ളതല്ലേ? അതെ, വർഷങ്ങളായിട്ട് രൂപവും ഭാവവും ഒന്നും മാറാതിരിക്കുന്ന ഒരു തട്ടുകടയാണിത്. ചായ അടിക്കുന്ന ചേട്ടനും മാറ്റമില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അധികം അങ്ങനെ ഇങ്ങോട്ട് വരാറില്ല. വരുന്നുണ്ടെങ്കിലും കല്യാണിയായിട്ടേ വരാറുള്ളൂ. പിന്നെ അവളുടെ കാര്യം അറിയാലോ, അവള് നല്ല അസല് ചായ ഉണ്ടാക്കി തരും. അതുകൊണ്ട് പിന്നെ പുറത്ത് നിന്ന് ചായ കുടിക്കാൻ തോന്നൂല. നീ എന്റെ വീട്ടിലോട്ട് വാ, ഞാൻ നല്ല ചായ നിനക്ക് ഉണ്ടാക്കി തരാം. താരാന്റി പറഞ്ഞായിരുന്നു നീ അത്യാവശ്യം പാചകമൊക്കെ പഠിച്ചെന്ന്. എല്ലാം പഠിച്ചു കിരണേ. ജീവിതത്തിൽ നമ്മൾ ആണും പെണ്ണും അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ എന്തെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ നിനക്കൊരു പെൺകുട്ടിയാണുള്ളത്. അവളൊരു പ്രായമായി കഴിഞ്ഞാൽ അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കണം. പിന്നെ എന്റെ അച്ഛനും അമ്മയാണ് ഇപ്പം നിന്റെ മോളെ നോക്കുന്നത്. അതിന്റെ ഒരു ഗുണം എന്തായാലും നിന്റെ മോക്ക് കിട്ടും. എന്നെ വളർത്തി വഷളാക്കിയത് എന്റെ അമ്മയാ. അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് അമ്മ ഇനി കൺമണി മോൾക്ക് നല്ല ഉപദേശം കൊടുത്തേ വളർത്തു. വാ ചേട്ടാ, സുഖല്ലേ? 2 ചായ, കടുപ്പും മധുരവും കുറച്ച് മതി. അല്ല, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം? ഒന്നും വേണ്ട. നിന്നെ ഇത്രയും ശാന്തമായിട്ട് കാണുന്നത് ഈ അടുത്ത സമയത്താ. ഇങ്ങനെ ഒരു സരയു ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ മുമ്പ് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനും നീയും സോണിയൊക്കെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത്. അന്ന് നീ എന്തൊരു വഴക്കാളിയായിരുന്നു. ശരി, അന്ന് ഞാൻ ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ട്, തല്ലു കൂടിയിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇവനെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. എന്തുപറ്റി? ആ കാലത്തിലേക്ക് മനസ്സ് പോയോ? കുറച്ച്. അന്നത്തെ നിന്നെ കുറിച്ച് നീ ഇനി ചിന്തിക്കണ്ട. എനിക്കും അന്നത്തെ സരുവിനെ പറ്റി ചിന്തിക്കാൻ ഇഷ്ടമേ അല്ല. ഇതുപോലെ വയലന്റ് ആവുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ
എനിക്ക് ദേഷ്യമായിരുന്നു. അവിടെ നിന്ന് എനിക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. അവസാനം മെന്റൽ ഹോസ്പിറ്റലിൽ വരെ കിടന്നില്ലടാ. ആ, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ചിലപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട്. ഒരു പക്ഷേ നിന്റെ സ്വഭാവം കുറച്ചുകൂടെ പക്വത ഉള്ളതായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുമായിരുന്നു.